നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാനും നമ്മുടെ ഒരു കൂട്ടുകാരൻ രഞ്ജിത്ത് അളിയനും കൂടി ട്രൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇല്ലളിയാ ട്രൂൺ ഇത് ഈ സ്കോട്ട്ലൻഡ് ഏത് ഭാഗത്ത് വരും? ഇത് നമ്മുടെ ഗ്ലാസ്ഗോ ഏരിയ തന്നെയാണ്. മറ്റേ ആൻഡ്രോസൺ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടുന്ന് മറ്റേ അങ്ങോട്ട് ഇത് പോകുന്നുണ്ട്, ഫെറി പോകുന്ന സ്ഥലമല്ലേ, അതാണ് ആ ഏരിയ. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. പാറക്കെട്ടുകളും ഒരു പ്രൊഫഷണൽ മീൻപിടുത്തക്കാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്, രഞ്ജിത്ത് അളിയൻ. നല്ല രസമുള്ള കല്ലുകൾ അല്ലേ, പാറ ചിന്തേറിട്ട പോലെ ഉണ്ട്, വെള്ളം അടിച്ച് കയറി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെയൊക്കെ പോകില്ലേ, ബെൽഫാസ്റ്റിന് ഫെറി പോകില്ലേ, ഈ വഴിക്കാ പോണേന്ന് തോന്നുന്നു അല്ലേ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു മല ഉണ്ടല്ലേ, അതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. സൂപ്പറാണ് ചെറിയ ദ്വീപ് അത്. ഇവിടെ നിന്ന് അതുപോലെ ഇവിടെ ആൾക്കാരും വളരെ കുറവാണ് കേട്ടോ അല്ലേ. പാർക്കിങ്ങും ഒക്കെ വളരെ, അത് നല്ല ഹോട്ട് ദിവസം കേട്ടാ, നല്ല തണുപ്പ് ചൂടുള്ള ദിവസം, അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അല്ലേ. ഇങ്ങനെ വർഷത്തിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ബീച്ച് ഇവിടെ. ആഴമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. ചില സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് മറ്റേ നമ്മുടെ ഇതില്ലേ, വലിയ ഡോഗ് ഫിഷ് എന്ന് പറയും, മറ്റേ സ്രാവിൻ്റെ ചെറുതില്ലേ, അതിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കയറി കിടക്കാം. നല്ല കഴിക്കാൻ പറ്റുന്ന ഈ കുറ്റി നമ്മുടെ ബോട്ടൂടെ കെട്ടിയിടാനാണോ? ഇത് മരമല്ല, ഇത് തുളച്ചിട്ടാണ് അല്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എനിക്കാണ് ബോട്ട്. പണ്ടത്തെ വലിയ മോരങ്ങോട്ട് പോണ അങ്ങോട്ടും പോകാലോ. എനിക്ക് ചൂണ്ടയിടലിനെ പറ്റി ബേസിക്സ് പോലും അറിയാത്ത ആളാണ് നമ്മള്. ആണോ? ഒരു മണ്ടത്തരം പറ്റി. ഇടയ്ക്കുന്നെങ്കിലും ബിയറിൽ നിന്ന് കുറച്ച് ബിയർ കേസൊക്കെ കയറ്റണ്ടായിരുന്നു. ടെസ്കോ എന്തെങ്കിലും അടുത്തുണ്ടാവുമോ? തണുത്ത് കിട്ടാനാണ് പാട്. നമ്മളെ ആൾക്കാർക്കൊരു ശല്യമായത്, മീൻ പിടിക്കുന്ന ആൾക്ക് ശല്യമാവും. ഇവിടെ ഇരിക്കാനും പിടിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടാ. ഇവിടെ ഫുള്ള് മേലോട്ടുണ്ട്, മേലോട്ട് നല്ല വ്യൂണ്ട്. ഇതൊക്കെ ശരിക്കും ക്യാമ്പർവാനൊക്കെ ആയിട്ട് പോകാൻ അടിപൊളിയാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് എല്ലാ ദിവസവും കിട്ടൂല്ലോ. പക്ഷേ സ്കോട്ട്ലൻഡ് ഇങ്ങനൊരു ക്ലൈമറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലെക്കാണ് കേട്ടാ. സമ്മറിൽ മാത്രം ഇത് കണക്കൊരു 4 മാസം കണക്കൊരു വെയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡ് ടൂറിസം മേഖല ഏറ്റവും വലിയ ടോപ്പ് സ്റ്റോപ്പ്. ഇപ്പോൾ 2 ദിവസം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം അതിവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ ചാടാൻ റെഡിയാവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വാഹനം, ജീപ്പ് കോമ്പസ്.
ഫിഷിങ്ങിനുള്ള ഫുൾ എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു പറയാം. ഓക്കെ, ഇതിനകത്താണോ അതിൻ്റെ തീറ്റ? ഇത് 8 അടി നീളമുള്ള പിന്നെ ചൂണ്ടയാണ്. ഇത്രയേ ഉള്ളുണ്ട്. പിടിക്കണോ? എടുക്കണ്ടേ? ഒരെണ്ണം മതി. അതന്നെ എടുക്കാം. അതിനകത്തൊക്കെ എന്താ ചൂണ്ട? എൻ്റെ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് എടുക്കാം. ഫുൾ വണ്ടി പിന്നെ വലുതായതുകൊണ്ട് സെറ്റപ്പാണല്ലേ? ഏതാ പിടിക്കണ്ട? ഞാൻ പിടിക്കാം. ഓക്കെ, ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്ലിപ്പറിയാണ്. ആണോ? അതൊക്കെ ഞാൻ നേരത്തെ വായിച്ചു. ഞാൻ ഈ സ്ഥലം മറ്റേ ആണോ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്താ. ഇവിടെ ഞാൻ ഇത്ര വന്നിട്ടില്ല ഈ സ്പോട്ടിൽ. പക്ഷെ ഇവിടെ ഫിഷിങ് അലൗഡാണ്. ഫിഷിങ് അവിടെ ഞാൻ എല്ലാ സ്ഥലവും നോക്കിയത്. ചില സമയത്ത് ഇവിടെ ഭയങ്കര വേവ് ഉണ്ടാവും. അതാണ് ഈ ചോദിച്ചത്, ഹൈ വേവ് വാണിംഗ് എന്ന് ചോദിച്ചാണ് അല്ലേ? അപ്പോൾ കുളിക്കാനൊന്നും ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. കുളിക്കാൻ ഇറങ്ങില്ല. സ്ലിപ്പറി അൺസർഫസ്. ഇതാണ് റിസ്ക് ഓഫ് ഡ്രോണിങ്. മുങ്ങിപ്പോവാൻ പണി അറിയാമെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി എന്നാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ മരണപ്പെട്ടത് നമ്മൾ ഇതിലോട്ട് പോകത്തില്ലല്ലോ, വെള്ളത്തിലോട്ട് പോകത്തില്ല. വെള്ളത്തിൻ്റെ പരിപാടി നമ്മളില്ല. എനിക്ക് പേടിയാണ് വേണ്ട കേട്ടെ. ഇവിടെ പിന്നെ ആരും വണ്ടി പൊളിക്കൊന്നുമില്ല. വണ്ടി പൊളിക്കുന്നതല്ലേ വല്ലതും വിളിച്ചാൽ. ഫുൾ സെറ്റപ്പ്. ഇതിനകത്ത് കൈ പിടിച്ചോണ്ട് പോകണം. അത് കൊണ്ടുപോകാനും കൂടി വേണ്ടിയാണ് സാധനം കൂടെ തന്നെ പെട്ടി. പിന്നെ കളയാൻ പറ്റുമോ? മീൻ പിടിക്കണവരെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്പെയിനിൽ ഞാനിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടാ മീൻ പിടിക്കണവരെ. ഇതിനൊക്കെ പറ്റിയ ഷൂസും കാര്യങ്ങളൊക്കെ വേണം. ഇതിൽ കാണുന്ന ഈ കറുത്ത ഇതില്ലേ, പായലില്ലേ, വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലിപ്പറിയാവും. ഓക്കെ, അത് ലൈവ് ആവും വീണ്ടും. അതാണ് അവർ പറയണത് അല്ലേ? എപ്പോഴും ഞാൻ വന്ന് നോക്കുമ്പോഴും ഞാൻ നോക്കുന്നത് ഇങ്ങനെയുള്ള സാധനമുണ്ടാവും. അതിൻ്റെ അർത്ഥം വേറെ ആൾക്കാർ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണോ ചൂണ്ടപിടുത്തം? എൻ്റെ ഏറ്റവും വലിയ ഹോബികളിലൊന്നാണ് ചൂണ്ടയിടൽ. അവിടെ പിടിക്കുമായിരുന്നു ചൂണ്ട? എവിടെ? നാട്ടിൽ. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുളം പറ്റിക്കൽ, കണ്ടം പറ്റിക്കൽ, തോട് പറ്റിക്കൽ, തവള പിടിക്കുക, തവള പിടിക്കൽ. പക്ഷേ ഇത് അതൊക്കെ
F-35 ആണോ? അല്ലല്ല, ഇത് മറ്റേ ആർമിയുടെ ഓക്കെ കിട്ടി. ഇത് ഇവിടെ വന്നെന്തിനാ? ഇത് വെള്ളത്തിൽ ഇറങ്ങണതാണോ? ഇതെല്ലാം ഒരെണ്ണം തിരുവനന്തപുരത്ത് കൊണ്ട് ഇറങ്ങിക്കണേ. വളരെ സ്ലോയിലാണല്ലോ പോണേ. ഇപ്പോഴാ പുള്ളി ഇങ്ങനെ ഓണാക്കി കേട്ടോ. പക്ഷെ ഇത് കിട്ടണില്ല. നമുക്ക് ഇപ്പുറത്തേക്ക് മാറുമ്പോൾ കിട്ടും. ഇത് കുഞ്ഞു സാധനമാണ് കേട്ടോ. ഏതോ കാണാൻ പറ്റില്ല കേട്ടാ. നമ്മുടെ കണ്ണിന് അതിന്റെ ടയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു വിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കിട്ടത്തില്ലല്ലോ, എപ്പോഴും കിട്ടത്തില്ലല്ലോ നമുക്ക്. ഇത് മൗണ്ടിയ എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ടല്ലേ? ഇല്ല, ഞാൻ മറ്റേതൊരെണ്ണം ഇതുകൊണ്ട് ഇതിനൊക്കെ വലുതാണ്. ഇത് രണ്ടു മൂന്ന് സ്ഥലത്ത് കുത്തിയിടാൻ വെക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഇത് മാക്കിൽ പിടിക്കുന്ന അങ്ങനെയല്ല. മാക്കിൽ പിടിക്കുന്നത് എന്തുകൊണ്ട് സബ്കി എന്ന് പറയും. സബ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേണ്ടി വരും. ഒരെണ്ണത്തിനകത്ത് അത് നോർമൽ ഫ്ലൈറ്റ് അല്ലേ? ഒരെണ്ണത്തിനകത്ത് 4 5 പോണത് വ്യത്യാസം കേട്ടോ. ഇത് വേറെ ഫ്ലൈറ്റ് ആണല്ലോ. കാണാ ഉമ്മാര് നമുക്ക് വേണ്ടത് കിട്ടണില്ല. വേണ്ട രീതിയിൽ ഉമ്മാര് കിട്ടണില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? ദുബായിൽ പോവായിരുന്നു ഫിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ എപ്പോഴും 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ചെയ്യുന്ന 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. ഇവിടെ ആൾക്കാർ ബീച്ചിൽ വന്ന പോലെ തന്നെ വന്നിരിപ്പുണ്ട് കേട്ടോ. പാറയുടെ മുകളിൽ അവിടെ ഇടാൻ പാടില്ല അല്ലേ? ബീച്ചെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. അവിടെ ബീച്ചിലൊക്കെ ആൾക്കാർ ഇങ്ങനെ മണ്ടത്തിന് കണ്ടിട്ട് നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ട് വന്നായിരുന്നു. രണ്ടിടത്തും വെച്ച് എന്തിനാ എന്നാലും വിട്ടുപോയാലോ എന്ന് എഴുതിയിരിക്കും.
ഇനിയുണ്ട് 5-6 ഇനിയുണ്ട് 5-6 അടിപൊളി. ഒന്നും പറയാനില്ല കടലിനെ പറ്റി. ഇഷ്ടല്ലേ? ഇവര് ഈ മീനെ പിടിച്ചിട്ട് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ഇടുന്നു തോന്നുന്നു. ഗ്രേറ്റ് റൗട്ടൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കുമ്പോഴാണ് ഇവർ തിരിച്ചിടുന്നത്. കാര്യമുണ്ട് ഈ ഫിഷൊന്നും അവരെങ്ങനെ തിരിച്ചിടാറ്. അതേ പിന്നെ വലിയ നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഒന്നും പറയാനില്ല വെള്ളത്തിനെ പറ്റി. ഇതൊക്കെ ഏത് കാലത്ത് ഇവർ ശരിയാക്കിയേക്കണമായിരിക്കും. ഈ ഹാർബർ ഇതുപോലെയൊക്കെ കല്ലൊക്കെ കെട്ടിയെടുത്ത് അല്ലേ? ഇപ്പം എന്തായാലും UK അതിനുള്ള പൈസയൊന്നുമില്ല. പിള്ളേരുടെ ട്യൂഷൻ ഫീ വെച്ച് ഇവർക്ക് ഇനി അരി വാങ്ങിക്കണം ടീമുകളാണ് അല്ലേ? അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ് ഇവരുടെ. പഴയ ഇംഗ്ലീഷുകാരുടെ ഒരു വികലമായ ഒരു ഇവരുടെ not here. This is the first time I'm in Troon. Ever get big fish in there now? Mostly mackerel this time. Is it mackerel? Mackerel big? Yeah, almost like this time. Not the big size African, no. They sharks? Sharks? Sharks like in the dogfish. Dogfish, the small size of sharks. That's all. See, yesterday I was down, I seen a big seal here. There's a lot of seals here. Yesterday I seen a big one here. Oh, massive, massive. മറ്റേ സീ ബാസ്, സീല് വലിയ സീല്. സീൽ എന്ന് വെച്ചാൽ മറ്റേ കറുത്ത സാധനം. കടൽ നായ, നമ്മൾ നീർനായ കടൽ നായ. ഇപ്പം പന്തളിക്കാരനാന്ന് തോന്നുന്നു എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട്. ഇവിടുത്തെ ഭാഷയല്ല, ഇവിടുത്തെ ഭാഷയല്ലേ? ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാ അവിടെ ഇപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ഫിഷിങ് അലൗഡ് അല്ല. ഇത്രയും ചൂണ്ടയുണ്ട്. ഇത് കിട്ടാൻ തുടങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫിഷിനെ തന്നെ കിട്ടും. അല്ല ഇത് ഏത് മോഡലും കൊത്താൻ പോർക്ക കളറുള്ളമ്മ, ആ കളറുള്ളമ്മ. അപ്പൊ അളിന് ഫുഡൊന്നും ഇടണ്ടേ? ഇത് ശരിക്കും നമ്മൾ ഫിഷിനെ പറ്റിക്കണ പരിപാടിയാണോ? അവന്മാരത് കാണുമ്പോൾ കയറി
ഞാൻ വിചാരിച്ച ഫിഷിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമായിരിക്കും എന്നാണ്. ഇതാണ് വല്യമ്മമാര് പറഞ്ഞത് പറ്റിപ്പാന്ന്. ഇത് നല്ല ആഴം വേണോ? ഈ സംഭവത്തിന് നല്ല ആഴം വേണോ? അപ്പം അല്ലെങ്കിൽ ഫുഡിന് ഇതിന് കൊടുക്കാനുള്ള ഞാഞ്ഞൂളും വരെ ഒന്നും കൊണ്ടുവരൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇത് നമ്മളെ ഏറെക്കുറെ ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെയാണ്. എന്തുമേ കയറി കൊളത്തിക്കോളും. നമ്മുടെ നാട്ടിലെ ഫിഷിന് വരെ എന്താ തിരിച്ചു പോന്ന്. അല്ല ഇപ്പൊ തിരിച്ചെടുത്താളി അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടല്ലേ? ഇതിങ്ങനെ വരുന്ന വരവിലാണ് ഈ സാധനം അടിക്കുന്നത്. ഈ മാക്കൽ എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും നീങ്ങി ഇന്നലെ സാധനം ഓടിപ്പോന്ന് കാണുമ്പോഴാണ്. ഞാനിവിടെ ഇരിക്കണ വിഷയമില്ല അളിയ, മാറിയിക്കണോ? വെയിറ്റിൻ്റെ അനുസരിച്ചാണ് ഇത് എന്തുമാത്രം പോകണമെന്ന് അറിയണം അല്ലേ? ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു അളിയ? ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? അല്ല ഇദ്ദേഹം അന്ന് അവിടുന്ന് പഠിച്ചതാണ്. കൂടുതലും മറ്റേ കൂടുതൽ ബാലപാഠങ്ങൾ ഇതിനെപ്പറ്റി മാക്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. വിമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ചൂണ്ടിടാൻ പോകുന്ന സ്ഥലത്ത് അച്ഛന്മാരൊക്കെ പറഞ്ഞു തരുക. നല്ല സ്പോട്ടാട്ടാ, നേരെ പോക്കുണ്ടാവുന്ന സ്പോട്ടാണ്. ഒരുത്തും കൊത്തിയായിരുന്നാ? ആണോ? ഭയങ്കര ഫീലിംഗാ. വലിയ സാധനമാണോ? അങ്ങോട്ടും ഉണ്ടോണ്ടാ? വിട്ടു പോന്നാ? ഒരു വെയിറ്റ് പോയില്ലേ? അതതിൻ്റെ കൂടെ കൂടിച്ചേരുമോ? ആ ആ
ഇടാത്ത സ്ഥലമാണോ? വല്ല അയില കൂട്ടങ്ങളൊക്കെ വന്നോ അല്ലേ? വല്ല അയില കൂട്ടങ്ങളൊക്കെ വരേണ്ടി വരും. 10-250 പ്രാവശ്യമെങ്കിലും പെരുമാറി കിട്ടി വരും ഒരു കൊളുത്ത് കൊളുത്താൻ. ഇതൊരു എക്സർസൈസാണ് കേട്ടോ. ഇതൊരു എക്സർസൈസാന്ന് പറഞ്ഞ കാണുന്നവർക്കൊരു നേരം പോക്കും. കാണുന്നവർക്ക് എന്നെ പോലെയുള്ളവർക്കൊരു നേരം പോക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ബെൽഫാസ്റ്റ് പോകുമ്പോൾ ഈ കല്ലുകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ അന്ന് യാത്ര ചെയ്തിരുന്നത്. അതൊരു ഐലൻഡ് പോലെയാന്ന് തോന്നുന്നു, ചെറുത് നേരെ അപ്പുറത്ത് കാണണല്ലേ. ഈ കളർ എന്നിട്ട് അവർ പൊട്ടിച്ച് കൊണ്ടുപോകും. അതുമ്പോൾ കൊളത്തി കഴിഞ്ഞാൽ കിട്ടി സംഭവം. വളരെ ശാന്തമായ ഏരിയ കേട്ടാ. പിള്ളേര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത്. പിടിച്ചോടനെ ആ കറക്റ്റ് ഫങ്ഷനാലിറ്റി അല്ല, പിടിച്ച വലിക്കാൻ പിടിച്ചു കറക്റ്റ് കേട്ടോ. അപ്പം ഇനി ആ വണ്ടി പിന്നെ അതൊക്കെ കുറക്കണ്ടേ? നമ്മൾ ക്രിക്കറ്റിലൊക്കെ ബാറ്റ് വരണ പോലെ അല്ലേ? അവിടെ പെങ്കൊച്ച് കുളിക്കണ്ട കേട്ടോ, അവളെ കൊളത്തരുത്. സുഖമായിട്ട് കുളിക്കാൻ ഇറങ്ങണ്ട കേട്ടോ, സുഖമായിട്ട് കുളിക്കാൻ ഇറങ്ങണ്ട.
അതിനകത്തോട്ട് വെള്ളം അടിക്കുകയല്ല. ഇതിൻ്റെ താഴത്തെ കൂടെ കണക്റ്റഡ് ആണ്. അവിടെ അതിൻ്റെ അകത്ത് ഇടാനാണോ? അല്ലല്ല, എന്ത് നോക്കിയാൽ അതിനകത്തൊരു മീൻ കറി വരും. അത് കട്ട് ചെയ്തെടുത്തിട്ട് ആവുമ്പോൾ കെട്ടൂല. അതിന് കട്ട് ചെയ്തെടുത്തിട്ട് ആവുമ്പോൾ കെട്ടുമോ? അവൻ സ്കോട്ടിഷാണ് കേട്ടോ. അവൻ്റെ ആക്സെൻറ്റിൽ നിന്ന് മനസ്സിലാവണല്ലേ. വേറെ വേറെ ഹൈലാൻഡ്സ് സ്കോട്ടിഷാണ് പുള്ളി അല്ലേ? സ്കോട്ടിഷാണ്. ഇത് കെട്ടണതിനൊക്കെ പ്രത്യേകത ഉണ്ടോ? നമ്മുടെ കടുങ്കെട്ടാണ് കെട്ടുന്നത്. പിന്നെ ഒരെണ്ണം ഒന്നകത്ത് കെട്ടി ഒന്ന് ഈ കളറിന്റെ സാധനം വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഒരെണ്ണമുള്ള 10-20 അത് മറ്റേ ടെമൂന്ന് വാങ്ങിക്കുന്ന മൂന്ന് കൊണ്ടിന് 5. എന്തൊക്കെ നമ്മുടെയൊക്കെ നാട്ടില് ഇര ഇട്ട് കൊടുത്തവർക്ക് ഭക്ഷണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഭക്ഷണമെങ്കിലും കൊടുക്കുമായിരുന്നു. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇട്ടാ പിടിക്കണേ. ഫിഷ് മറ്റേ കുറെ ഫിഷ് ഫ്രോഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ എന്ന് പറയുന്നത് നമ്മുടെ തവള കണക്കിരിക്കും. കുറെ ഫിഷിംഗ് ചാനലുകളുണ്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ നാട്ടിലെ അല്ലേ. ഭയങ്കര കാശല്ലേ. അവർക്കൊക്കെ നല്ല വ്യൂസുമാണ്. ഇത് ട്രൈ ചെയ്യാം അല്ലേ. പിന്നെ സജി ചെറിയാൻ പറഞ്ഞ പോലെ കുന്തവും കുടച്ചക്കറൊക്കെ ആയിട്ട് വണ്ണം വീണില്ലേ. സജി ചെറിയാൻ പറഞ്ഞ പോലെ കുന്തവും കുടച്ചക്കറൊക്കെ ആയിട്ട് വണ്ണം മീൻ പിടിക്കുന്നു. ഇവിടെ പ്രശ്നമുള്ളത് ഇത് ഭയങ്കര കനമാണ്. ഓക്കെ, ഇത് പെട്ടെന്ന് ടയർഡാവും. പിടിച്ചാ ഇനി ഒരുപാട് നീളമുണ്ടെന്ന് തോന്നൂല്ലേ. അപ്പം ഞങ്ങൾ ഒരു 2 മണിക്കൂർ, എത്ര മണിക്കൂർ ഇവിടെ ചെയ്തു കളയാ? ഒരു 3 മണിക്കൂർ ട്രൈ ചെയ്ത്. 2 മണിക്കൂർ ഈ കടപ്പുറത്ത് ട്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അധികം നമ്മൾ മീൻ കാണാത്തതുകൊണ്ടും മീനിനെ അന്വേഷിച്ച് ഞങ്ങൾ പോവാണ് അടുത്ത സ്പോട്ടിലേക്ക്. നമ്മുടെ അടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റൊക്കെ ഇടാം. ഏതാണ് അടുത്ത പോട്ട്? എയർ ലൈറ്റ് ഹൗസ്. കാട് അതിന്റെ പറമ്പായി കാണുന്ന മുഴുവൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ കയറി പിടിക്കുമ്പോൾ ജോൺ പറയുന്നത് എൻ്റെ വീടാണ്. എന്തൊരു ഷോർട്ട് സ്ട്രോങ് വഴി. നമ്മൾ ഇതുവരെ വഴിയിൽ പോയിട്ടില്ല.
ഇവിടെ സോൾട്ട് നാട്ടിൽ വന്ന് ഈ വീട് വാങ്ങിച്ചാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനേ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാനേ. എനിക്ക് അത് എയർപോർട്ടാണ് എയർപോർട്ടാ ഭാഗത്തായിരുന്നു. ഇത് നിങ്ങളൊരു വണ്ടി വന്ന് തീർന്നിട്ടാ ആ വണ്ടി ഒന്നും തീർന്നു. പൈസ വേണ്ടി വരും. ഇത്രയും 2 സ്ഥലത്തും വഴി കിടന്നിട്ട് ഇച്ചിരി ഓടിച്ചൊക്കെ പോട്ടെ കേട്ടാ. നമ്മുടെ നാട്ടിലെ ടെക്നോളജി തന്നെ ആയിക്കോട്ടെ, കുറയ്ക്കണ്ട. ഇതൊരു ഹൈവേയുടെ സൈഡിൽ ചെന്നുള്ള GPS എന്താണ് ഇങ്ങനെ അല്ല ഇതാണ് കയറുക വേറെ റോഡിലോട്ട് കയറുക. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് താമസിക്കണം. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന അവസ്ഥ ഒരു അവസ്ഥ തന്നെ. സോൾട്ടിന്റെ ബോർഡ് ഇവിടെ കൊണ്ടുവച്ചു. ആ വീട് സ്പീഡ് കുറവല്ല. ഞങ്ങൾക്ക് സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞാൽ എൻ്റെ നിർത്തിയത്. നല്ല വീട് ഇതൊക്കെ പുതിയതാണ് കേട്ടോ. അതൊക്കെ പുതിയതാണ്. അല്ല, നമുക്ക് വാഹന സൗകര്യമുണ്ട്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കാണ് സുഖം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കാൻ സുഖം. അങ്ങനെയാണ്. അങ്ങനെ പിടിവിട്ട് പോവാണ് സുഹൃത്തുക്കളെ. കുറച്ച് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ നല്ല മോഡൽ. പക്ഷെ ബിജെപി നമുക്ക് പ്രശ്നം എന്താണെന്നറിയാം, ഈ പോയിട്ട് റൗണ്ട് പിടിച്ച് കറക്റ്റാണ്. കുറച്ച് കഴിയുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഒരു 80,000 പ്രശ്നം. അത് ലൈഫില്ല. നമ്മളൊരു 80,000 വാങ്ങിക്കഴിഞ്ഞാലേ. പക്ഷെ ഇവരിപ്പോൾ ഒരു ലോഗമൊക്കെ മാറ്റി ഭയങ്കര സെറ്റപ്പാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ പുതിയ വണ്ടിയെ പറ്റി നമുക്ക് വലിയ പിടുത്തമില്ല. സിട്രോനും പീഷോട്ടൊക്കെ ഇതാണ് കുഴപ്പം. പണികൾ വന്നുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കാട്ടാ. ഇവിടെ ഇറങ്ങാനൊരു വഴിയുണ്ട്. ഇവിടെ ആഴമുണ്ടോ? ആഴം കുറവാണല്ലോ. ആഴം കുറവാണ്. ആ കാണുന്നതിന്റെ അപ്പുറത്താ ലൈറ്റ്. അവിടെയാണോ പണ്ട് ഇട്ടിരുന്നത്? വേറെ വല്ല വഴിയുണ്ടോ ഇനി? അങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടെ നിറഞ്ഞു ചെറിഞ്ഞിട്ട് കാര്യമുണ്ടല്ലേ. വീണ്ടും നമ്മൾ ലൊക്കേഷൻ മാറ്റി ഗൈസ്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് അടുത്തൊരു ലൊക്കേഷനിൽ വന്ന് പിടിച്ചേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തളിയാ? ഇത് ബോട്ടുകൾ നിർത്താനുള്ള പണ്ടത്തെ ഒരു സെറ്റപ്പായിരുന്നു കേട്ടാ. വെള്ളം എടുക്കണോ? ഇവിടെ നിന്നാണ് നടക്കുകയാണ് അല്ലേ? ഇവിടെ നിന്നാണ് നടക്കുകയല്ലേ? ഞാൻ റെക്കോർഡ് ചെയ്യണ്ടല്ലോ. ഇവിടെ മൊത്തം മീൻപിടുത്തക്കാരാണ്. ആണോ? സെറ്റപ്പാണല്ലോ. മീൻ്റെ മണമില്ല ഇവിടെ.
സ്പെയിനിലൊക്കെ ഞാൻ ഈ ഇരകൾ വാങ്ങിക്കുന്ന കടകളൊക്കെ കണ്ടിരുന്നു. പാർവതി ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. പിടിക്കുക, അടിക്കുക. Everybody else is fashion quite. Oh my god. I was later, yeah. പ്രൊഫഷണൽ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും പിടുത്തക്കാരാണ്. ഇത് നമ്മളെ ബീച്ചാണ്. വെള്ളം വളരെ മോശമാണല്ലോ. ഇതൊക്കെ തമാശക്ക് പിള്ളേര് വെറുതെ പിടിക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞേ ഫിഷ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലമില്ലേ നമ്മുടെ കാപ്പറ്റിൻ്റെ സ്ഥലത്ത് അവിടെ എവിടെ ഇട്ടാലും കിട്ടും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഞങ്ങൾ ആരമാണ് പിന്നെ ഞങ്ങൾ ഇടുന്ന ആ ഏരിയ അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു ഇതുണ്ട്. എന്താ പറയുക, ഈ കക്കയല്ല നമ്മുടെ ലോബ്സ്റ്റർ അതിനൊക്കെ ഇതില്ല വലിയ കണക്ക് ഒരു മറ്റേ ഇങ്ങനെ കഴിക്കുന്ന പച്ചരി കഴിക്കുന്നത് ഓയിസ്റ്റർ ഉണ്ട്. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് മറ്റേ സ്കലോപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ പിന്നെ ഇത് ഉള്ള സ്ഥലമാണ്. അല്ല ഉള്ളതല്ല, അത് പിടിച്ചിട്ട് ഇവരവിടെ കൊണ്ടിട്ട് വളർത്തുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തൊക്കെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള വേസ്റ്റ് വെള്ളം താഴോട്ട് പോകുന്നുണ്ട്. ഇത് വളർത്തുന്നത് ഒരു ചെറിയൊരു മിനറൽസ് ഇങ്ങനെ ആ വെള്ളത്തിനകത്ത് ഫുള്ളായിട്ട് എപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ ഇത് തിന്നാൻ വേണ്ടി വരും ആ ഏരിയയിൽ അടിക്കുമ്പോഴത്തേക്ക്. അപ്പം മീനിൻ്റെ താമസം മനസ്സിലായതോ അല്ലേ? എന്തുമാത്രം വെയിൽ കൊണ്ട് കാണും. ഇതൊക്കെ വലിച്ചുകൊണ്ട് പോയി മുകളിൽ വെച്ചേക്കാൻ കേട്ടോ. ഇതൊക്കെ ഈ കളറുകൾ വെറുതെ ഒന്നും കോർത്തിട്ടില്ല, വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ അത് ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജിയാണ് കേട്ടോ. എവിടെയാണ് ഇടാൻ ഉദ്ദേശിച്ചാണ്? ലൈറ്റ് ഹൗസാണ് വർക്ക് ചെയ്താണ്. പോയിലോട്ട് വെക്കണം. ഓരോരുത്തർ പ്ലേസ് പിടിച്ചാണ്. ഇത് പോയി പൂക്കണ്ട. പൊക്കത്ത് നിൽക്കുമ്പോഴത്തെ കുറേ ദൂരം അപ്പം ഇത് പരസ്പരം ഇവർ കൊടുത്തു ചിലപ്പം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും.
കടിക്കുന്നു തോന്നുന്നു അല്ലേ? ഏതാണ്